പെഡിക്യൂർ ചെയ്യാൻ പോണേ? എന്നാൽ പിന്നെ കയ്യിലെ എക്സ്റ്റൻഷൻസ് ഒക്കെ മാറ്റുന്നതിന് മുൻപായിട്ട് നമുക്ക് പെഡിക്യൂർ ചെയ്യാം. മന്ത്ലി ട്വൈസ് പെഡിക്യൂർ ചെയ്യുന്നത് എൻ്റെ ഇത്രയും ഡ്രൈ ആയിട്ടുള്ള കാലിന് വളരെ നല്ലത് തന്നെയായിരിക്കും. പിന്നെ ഈ ഒരു ജെല്ലിയൊക്കെ ആയതുകൊണ്ട് കുറച്ച് എൻ്റർടൈൻമെൻറ്റും കൂടി ആയിക്കോട്ടെ. അപ്പോൾ സാൻവിയുടെ അടുത്ത് ഇത്തവണത്തെ എൻ്റെ പോക്ക് കയ്യിലെ നെയിൽ പോളിഷിൻ്റെ കളറ് മാറ്റാനും അതുപോലെ പെഡിക്യൂറൊക്കെ ചെയ്യാൻ കൂടി വേണ്ടിയിട്ടാട്ടോ. ഇന്നത്തെ മുതലാളി തന്നെ ഇറങ്ങിയിട്ടുണ്ട്. നിങ്ങളിങ്ങനെ മുതലാളിയൊക്കെ ആയിട്ട് ഇരിക്കേണ്ട ആളല്ലേ? പണിയെടുക്കണം, പണി ഇരുന്നാ മാത്രം പോരാ, ഇരുന്നാ പിത്തം പിടിക്കുന്നു. ഇട്ടിരിക്കുന്ന ലിപ്സ്റ്റിക്കിന് എസ്പെഷ്യലി ചോദിക്കണ്ട, സെഫോറയുടെ ഷെയ്ഡ് നമ്പർ 80 ആണ് ഇട്ടിട്ടുള്ളത്. കുറേ കൊല്ലമായിട്ട് എൻ്റെ കയ്യിലുള്ള ഷെയ്ഡാണ്. ഇഷ്ടായോ? കൈ കാണിച്ചേ. വെളിച്ചത്തേക്ക് വരുന്നപ്പോൾ കുറച്ചുകൂടെ മനസ്സിലാവും. നമുക്ക് ഹണിമൂണ് പോകണ്ടേ? ഹണിമൂണില്ലാത്ത നീ എന്നെ കല്യാണം കഴിക്കാത്തതിൽ എനിക്ക് പരാതിയുണ്ട്. എന്നാലും എല്ലാം തിരിപ്പെടുത്തുന്നില്ലേ? ഇന്ന് +2 റിസൾട്ട് വന്നതിനെ പറ്റിയിട്ട് ഇങ്ങനെ സംസാരിക്കുകയായിരുന്നു. ഹ്യൂമാനിറ്റീസ് വിഷയം +2 അത് നോക്കുന്നതിനെ പറ്റി നിങ്ങളുടെ അഭിപ്രായം എന്താ? താഴെ കമന്റ് ബോക്സിൽ പറയണേ. നമ്മൾ പേര് പറയാൻ ബുദ്ധിമുട്ടായതുകൊണ്ട് നമ്മൾ വേണമെങ്കിൽ ലാസ്റ്റ് ഒരു ക്ലിപ്പിൽ കാണിച്ചു തരാം. അതെ, വേണേ കുറച്ച് ക്ലൂസ് തരാം. എന്തെടുക്കാന്ന് കുളിച്ചോ വേണമെങ്കിൽ ആളെ വൈകുന്നേരം ചെറിയൊരു ഗ്ലിംസിൽ ഒരു ക്ലിപ്പിൽ കാണിച്ചു തരാം. കർണൻ, നെപ്പോളിയൻ, ഭഗത് സിംഗ് ഒക്കെയാണ് പുള്ളിയുടെ ആൾക്കാരിപ്പം. തോറ്റു അത്ര. ഇതൊക്കെ നാട്ടില് സംഭവിക്കുന്ന സ്വാഭാവികമാണെന്ന്. എന്തെന്ന് നീ ഇപ്പൊ പറഞ്ഞു? കണ്ണനോ കണ്ണനോ? ആ, നെപ്പോളിയൻ, ഭഗത് സിംഗ്. നിന്റെ മുഖം പതിഞ്ഞു ഇതിനോടകം നിന്റെ മുഖം പതിഞ്ഞതായിട്ട് 4 ആൾ അറിയട്ടേടാ. ഹ്യൂമാനിറ്റീസ് 3 വിഷയം തോറ്റത് 4 ആളങ്ങ് അറിയട്ടേന്ന്. ഡിസേബിൾഡ് ആയിട്ടുള്ള, മെന്റലി ഡിസേബിൾഡ് ആയിട്ടുള്ള ആൾക്കാർ വരെ. ആര് വിളിക്കണ കിളീനെ? എന്താ മുഖം തിരിക്കണേ? സന്തോഷായി മുതലാളി. ഒരു കാര്യമാണ്, ഞാൻ എങ്ങനെയാണ് കളേഴ്സ് ചൂസ് ചെയ്യുക എന്ന്. ഞാൻ ജസ്റ്റ് ഇതിലൊക്കെ ഒന്ന് വന്ന് നോക്കി ഇഷ്ടമുള്ള കളേഴ്സൊക്കെ. ഇത്തരം സംഭവങ്ങൾ ഞാൻ ഇതുവരെ ട്രൈ ചെയ്തിട്ടില്ല. ഞാനെപ്പോഴും നല്ല ഡാർക്ക് കളേഴ്സ്, മെയിനായിട്ട് മാറ്റ്. സി നൈസ്. അപ്പം എല്ലാവർക്കും അറിയേണ്ടത് ഞാൻ എങ്ങനെയാണ് കളർ ചൂസ് ചെയ്യുന്നതെന്നായിരുന്നു. നിങ്ങൾ എങ്ങനെയാണ് ഈ കളറൊക്കെ ചൂസ് ചെയ്തേ? അതും എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന എല്ലാത്തിനും കുറെ കൂടെ ആഡ് ചെയ്യണം. അപ്പൊ എല്ലാവർക്കും ഇഷ്ടപ്പെടും. ലൈറ്റ് വേണ്ടവർക്ക് ലൈറ്റ്, ജെല്ലി വേണ്ടവർക്ക് ജെല്ലി, ഡാർക്ക് കളേഴ്സ് വേണ്ടവർക്ക് ഡാർക്ക് കളർ, ഗ്ലിറ്റേഴ്സ് വേണ്ടവർക്ക് അത്, എല്ലാം സ്ട്രോങ്ങാണ്. അപ്പം എൻ്റെ പാലറ്റ്സ് ഒക്കെ ഈ ഇരിക്കുന്നതാണ്. അതിന് ഏതെങ്കിലും മാറ്റ് നോക്കിയിട്ടാണ് ഞാൻ ചൂസ് ചെയ്യാറ്. ഇത് മാറ്റാൻ പോവുക. ഈ കളറായിരുന്നല്ലേ നമ്മൾ ഇട്ടത്? അതിന് മുൻപ് അത് സ്റ്റോക്ക് ഔട്ട് ആക്കി നമ്മള്. നമുക്ക് അടുത്തത് സ്റ്റോക്ക് ഔട്ട് ആക്കാം. ഏതാ ഇതില്? ഏതാ? കൺഫ്യൂഷൻ ആണല്ലോ. അങ്ങനെ അനദർ മാറ്റ്. നമ്മൾ 3 മാറ്റ് ചെയ്തതിൽ ഏതാ ഏറ്റവും ഇഷ്ടപ്പെട്ടത്? ഫസ്റ്റ് വൺ, റെഡ് വൺ. എല്ലാവർക്കും ഇത് ഒരു മജന്ത. അപ്പോൾ ഇവിടെ ചോദിച്ചാൽ മതി.